ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യൂട്യൂബർ സന്ദീപ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അറസ്റ്റ് ചെയ്തു, വൈകുന്നേരം ഒരു രാത്രി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ജാമ്യമൊക്കെ കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് സന്ദീപ് തന്നെ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഷെഫീന ബീവി പല ആൾക്കാർക്കും അവരുടെ ചില രീതികളോടും അല്ലെ അവരുടെ ചില പ്രതികരണങ്ങളോടും എതിർപ്പാണ് അല്ലേ. പല ആൾക്കാരും അവരെ ഈ ഒരു അവസരത്തിൽ, അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഷെഫീനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരും എടുത്തു വെച്ച് ട്രോളുന്നു. അവരെ ഭയങ്കരമായിട്ട് എന്തൊക്കെയാണ് ഓരോ ആൾക്കാരും വന്ന് അവർക്കെതിരെ വീഡിയോ ചെയ്തത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊക്കെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ചില ഷെഫീനയുടെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ നമുക്കൊന്നും അത് ഇഷ്ടപ്പെടാറില്ല. എങ്കിൽ പോലും അവരുടെ ആ ഒരു മനസ്സ്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സന്ദീപ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്ന് ഷെഫീനത്തെയും അവിടെ ഉണ്ടായിരുന്നു. സന്ദീപിന് ജാമ്യം കിട്ടുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്, അവർക്ക് കാലിന് വയ്യാത്തതൊക്കെയാണ്. എന്നിട്ട് പോലും അതുപോലും വകവയ്ക്കാതെ അവർ ആ ഒരു സന്ദീപിനെ ജാമ്യം കിട്ടുന്നത് വരെ സ്റ്റേഷനിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ മഞ്ജുപിള്ളയുടെ മകൾക്കെതിരെ പ്രതികരിച്ചപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഷെഫീനയുടെ കൂടെ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിച്ചൊരു രീതി, പറഞ്ഞ ചില വാക്കുകൾ തെറ്റായിരുന്നെങ്കിൽ പോലും അവർ പ്രതികരിച്ചത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും സന്ദീപിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഷെഫീനയും ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അത് നമ്മൾ കണ്ടതാണ് അന്ന് ഷെഫീനയുടെ ചാനലിലെ ലൈവിൽ സന്ദീപിനോടൊപ്പം ഇരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ സന്ദീപിനെ കുടുക്കിയതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സന്ദീപിനെതിരായിട്ട് ഒരു കള്ളക്കേസ് കൊടുത്തതാണ്. ഇവിടെ ഇന്നത്തെ കാലത്ത് നിയമവും അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളും പണമുള്ളവന്റെ കൂടെ നിൽക്കും എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി കേട്ടോ. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇതുപോലെ എന്തെങ്കിലും ഒരു പരാതിയായിട്ട് ചെന്നാൽ അതിനൊന്നും ഉടനെ നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഇതിപ്പോൾ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളല്ലേ ഈ ഒരു യൂട്യൂബറിനെതിരെ പരാതി കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പരാതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന സന്ദീപ് ഭയങ്കര എന്തോ ക്രൂരകൃത്യം ചെയ്ത കണക്കാണ് പോലീസുകാർ. പക്ഷേ സന്ദീപ് പറയുന്നുണ്ട് പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിയത്. കാരണം ഈ പറയുന്ന സന്ദീപ് ആരെയും കൊന്നിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, MDMA കഞ്ചാവോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളും സന്ദീപ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഈ ഒരു കാര്യത്തിന് അയാളുടെ ചാനലിൽ അയാൾ ഒരു വീഡിയോ, അതും സാങ്കല്പികമായിട്ട് ഏതോ ഒരു കഥ പറഞ്ഞത് ബിഷപ്പ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരുന്നു. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ കഥകളാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന യൂട്യൂബർക്കെതിരെ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്ത ഉടനടി തന്നെ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. മാധ്യമങ്ങളിൽ മൊത്തം, അതായത് സോഷ്യൽ മീഡിയാസിൽ മൊത്തം ഇത് വലിയ വാർത്തയാകുന്നു. രേണുസുതിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ പോസ്റ്റ് ആക്കുന്നു. അപ്പൊ എന്തായാലും ന്യായമുള്ള ഒരു കാര്യത്തിനാണ് ഈ പറയുന്ന പുരോഹിതൻ ഈ സന്ദീപിനെതിരെ പരാതി കൊടുത്തെങ്കിലും ഒക്കെ ഇതിനു മുന്നേയൊക്കെ ഈ പറയുന്ന പുരോഹിതൻ തന്നെ രേണുസുതിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ പുരോഹിതൻ എന്തൊക്കെ രീതിയിലാണ് ഈ പറയുന്ന രേണുസുതിയെക്കുറിച്ച് പറഞ്ഞത്, അതൊക്കെ അങ്ങ് മറന്നുപോയോ? അപ്പൊ അന്ന് അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇദ്ദേഹം ഒന്നും പറയാനില്ല. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞാൽ അല്ലെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെതിരെ പരാതി അല്ലെ കേസ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞാലും നമ്മുടെ തല വെട്ടിയെടുക്കും എന്ന് പറഞ്ഞാലും പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ ചെയ്യും. ഇത്രയും നിലയും വിലയുള്ള ഒരു പുരോഹിതൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വരുന്നു, എല്ലാവരുടെയും വീഡിയോസിന് പോയി കമന്റുകൾ ഇടുന്നു. എൻ്റെ വീഡിയോയ്ക്കും കമന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രേണുസുതിയെ വിമർശിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പുരോഹിതൻ നമ്മുടെ വീഡിയോയ്ക്കും ഒക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പോയിട്ട് ഇദ്ദേഹം കമന്റ് ഒരു പുരോഹിതനാണ് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അവസാനം ഇപ്പൊ ഈ ഒരു യൂട്യൂബർക്കെതിരെ പരാതി കൊടുക്കുന്നു, മലപ്പുറത്ത് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. എന്തൊക്കെ നാടകീയ രംഗങ്ങളാണ് നടന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾക്കെതിരെയാണ് ഇതുപോലെ പരാതിയോ കാര്യങ്ങളോ കൊടുത്തെങ്കിൽ നമുക്കത് അംഗീകരിക്കാം അല്ലെ. പക്ഷെ ഇത് പുള്ളിയുടെ ചാനലിൽ പുള്ളി ഏതോ ഒരു സാങ്കല്പിക കഥയെ കുറിച്ച് പറഞ്ഞു, അത് എവിടെയോ ആർക്കോ കൊണ്ടു. ആ കൊണ്ടതിന്റെ പേരിൽ പരാതി കൊടുക്കുന്നു. ഈ പരാതിയിൽ എന്താണ് ആ പരാതിയുടെ അടിസ്ഥാനം എന്ന് പോലും നോക്കാതെ പോലീസുകാർ കേസ് എടുക്കുന്നു. ഈ പറയുന്ന യൂട്യൂബർ ആയിട്ടുള്ള സന്ദീപിന്റെ 2 ഫോണും ഒരു ലാപ്ടോപ്പും ഒക്കെ പോയി, നഷ്ടമായി.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തോടും അല്ലെ നിയമവ്യവസ്ഥകളോടും ഒക്കെ ഇപ്പോൾ പുച്ഛമാണ് തോന്നിപ്പോകുന്നത്. എത്രയോ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നു അല്ലേ. ഉദാഹരണത്തിന് ഞാൻ പറയാം, കുറച്ച് നാളുകൾക്ക് മുന്നേ ഷിംജിത എന്ന് പറയുന്ന ഒരുത്തി വൈറലാകാൻ വേണ്ടി കാണിച്ചു കൂട്ടിയത് എന്താണ്? അതുകൊണ്ട് നഷ്ടമായത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനും ജീവിതവും എല്ലാം നഷ്ടമായി. ആ ഒരു മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകനായിരുന്നു. ആ ഒരു മകൻ ജീവനൊടുക്കി. ആ ഒരു ഷിംജിത ഇപ്പോൾ പുറത്തിറങ്ങി വലസി നടക്കുന്നു. അത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ഒരുത്തിയാണ് ഷിംജിത. അവളൊക്കെ പുറത്തിറങ്ങി ഇപ്പോൾ ദേ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. ഒരു പ്രശ്നമില്ലാതെ അവൾ നടക്കുന്നു. ആർക്ക് പോയി? ആ കുടുംബത്തിന്, അതായത് ആ മാതാപിതാക്കൾക്ക് അവരുടെ മകനെ നഷ്ടമായി. അതും കല്യാണം പോലും കഴിക്കാത്ത ഒരാളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ചമച്ചൊരു കഥ ഈ ഷിംജിത എന്ന് പറയുന്ന. അവളെ കുറച്ച് നാൾ ഒന്ന് ജയിലിലിട്ടിട്ട് പുറത്ത് വിട്ടു. ഇപ്പം യാതൊരുവിധ പ്രശ്നവുമില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറ്റകൃത്യം ഈ പറയുന്ന യൂട്യൂബർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പരാതി ഇയാൾക്കെതിരെ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള അറസ്റ്റ്, അങ്ങനെയുള്ള നാടകീയ രംഗങ്ങളൊക്കെ നടന്നെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ പുള്ളിയുടെ ചാനലിൽ എന്തോ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു. അതിനെന്തിനാണ് ഈ പുരോഹിതൻ ഇത്രത്തോളം രോഷം കൊണ്ടത്? എന്താ പറയണ്ടേ, ഇനിയും പല യൂട്യൂബേഴ്സിനെതിരെയും ഈ പുരോഹിതൻ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അറിയില്ല അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചുവിനെതിരായിട്ട് ഈ ബിഷപ്പ് സംസാരിച്ചപ്പോൾ അതിനെതിരെയൊക്കെ നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കെതിരെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു പുരോഹിതനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ വേറെ ആരുടെ ഭാഗത്തും പറയണ്ട. ഈ പുരോഹിതൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.